ഹായ് ഓൾ. ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ലെവൽസും അതുപോലെ തന്നെ ട്രേഡ് സെറ്റപ്പും ആണ്. അപ്പം ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. ഓക്കെ. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും സൂമിലൂടെ നമ്മൾ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ ആഴ്ചയിൽ 1 or 2 ഡേയ്സ് നമ്മൾ ഫ്രീ ആയിട്ട് ലൈവ് ട്രേഡിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ സൂമിലൂടെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്ന ട്രേഡ്സിന്റെ ലോജിക്കും ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൊഫൈലിനെയും ഓർഡർ ഫ്ലോയിനെയും ബേസ് ചെയ്താണ്. അപ്പൊ അതുപോലെയാണ് പ്രൈസ് ആക്ഷൻസിന്റെ വ്യൂ നമ്മൾ നോക്കാറുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ട്രേഡ്സിന്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം മാർക്കറ്റിന്റെ ഒരു ക്ലോസിംഗ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈന്റെ മുകളിലാണ് നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നാളത്തെ ഒരു ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മളിവിടെ നോക്കി കാണാൻ സാധിക്കും, ഒരു 1 hour ടൈം ഫ്രെയിമില് നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈനിന്റെ ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനുള്ളത് 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ. ഒരു ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് ഉണ്ട് മാർക്കറ്റിൽ. ഓക്കെ. അപ്പം ഞാൻ അപ്സൈഡിലേക്ക് നാളത്തേക്ക് മാർക്കറ്റിലെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് ഒരു 1 hour മാർക്കറ്റിന്റെ ഒരു ബിഹേവിയർ ഒന്ന് മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഒരു ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. ഓക്കെ. അപ്പം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ ഒരു 1 hour വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു മുകളിലോട്ട് പോകാനുള്ള ട്രെൻഡിങ് ഒരു പ്രൈസ് ആക്ഷൻ വ്യൂവിൽ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ ഒരു മുകളിലേക്കുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുവാണെങ്കിൽ മാത്രം ഞാൻ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തു മുകളിലോട്ട്. അങ്ങനെയാണെങ്കിൽ അപ്സൈഡിലേക്കുള്ള ഒരു ട്രേഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് ഇതൊരു ലെവൽ, ഒരു 26,460 ലെവല് നമുക്കൊരു റെസിസ്റ്റൻസ് ലെവലാണ്. ഫിബൊനാച്ചി വെച്ചിട്ടുള്ള ഒരു ലെവലാണ്. അപ്പം അതുപോലെ തന്നെ 26,525. അപ്പം ഈ ഒരു ലെവലിന്റെ മുകളിൽ നിഫ്റ്റി അടുത്ത ദിവസങ്ങളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പം ഈ ലെവലുകൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അതേപോലെ തന്നെ നാളത്തെ മാർക്കറ്റിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു 50 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 50 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ലോ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓൾ ടൈം ഹൈയിലാണ്. അതായത് 26,335 ലെവലാണ് ഞാൻ അതിന്റെ ഒരു ടാർഗറ്റ് വെക്കുന്നത്. അതായത് നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് ആദ്യത്തെ ഒരു 50 മിനിറ്റിന്റെ ലോ കട്ട് ചെയ്ത് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ലോവർ ലെവലിലേക്ക് ഗുഡ് സൈഡിലേക്ക് നമുക്ക് മിനിമം മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു 26,200ന്റെ ബിലോ മാർക്കറ്റ് ആ ഒരു ലെവലിന് താഴെ മാത്രമേ ഞാൻ ഒരു ഗുഡ് സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഒരു 184ന്റെ താഴെയാണ് കുറച്ചുകൂടെ സേഫ്. അപ്പൊ എന്തായാലും ഒരു 200 ലെവലുകൾ മാർക്ക് ചെയ്യാം. 26,200ന്റെ താഴെയായിട്ട് മാർക്കറ്റ് പോവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്കൊരു വെക്കാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഒരു 26,120 ലെവൽ ഒരു സപ്പോർട്ട് ലെവലാണ്. അതുപോലെ തന്നെ 26,050 എന്ന് പറയുന്ന ലെവൽ ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഇതൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പൊ അതുപോലെ തന്നെ നെക്സ്റ്റ് സപ്പോർട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് റിമൂവ് ചെയ്യാണ്. അപ്പം ഇതിന്റെ താഴെ, അതായത് 26,030യുടെ താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടുന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു ഡൗൺ സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അടുത്ത ആഴ്ചയിൽ എപ്പോഴെങ്കിലും മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നിട്ട് ഈ ലെവല് ബ്രേക്ക് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 25,900, അതായത് 25,900 വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. അതായത് 26,030യുടെ താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് ആയത് നമുക്ക് 25,900 ഒരു 100 പോയിന്റ് ഉണ്ട്. 130 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രീവിയസ് ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതേവിടെ ഈ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ലെവൽ നേരെ താഴേക്കും അതുപോലെ ഇവിടുന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് പോയ ഒരു ലെവലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ പ്രൈസ് ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇത്തിരി റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്.
കാരണം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പൊ ഇവിടുന്ന് റിവേഴ്സ് ആവാനുള്ള ട്രേഡ് വരുവാണെങ്കിൽ റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ട്രേഡ് എടുക്കാവുന്നതാണ് മുകളിലോട്ട്. അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പം നമ്മള് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈല് കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിലെ ഒരു ഓഡി ടൈപ്പ് ഓപ്പണിംഗ് ആണ്. അതായത് ഒരു സ്മാർട്ട് മണിയുടെ ഒരു ഓപ്പണിംഗ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ആ ഒരു അപ്സൈഡിലേക്ക് ഞാൻ ഇനി ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് മണിയുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു, ഒരു ഓഡി ടൈപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഓപ്പണിംഗിൽ നമുക്ക് അറിയാൻ ആ ഒരു ലെവലിന്റെ താഴേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഏറ്റവും എക്സ്ട്രീം ഹൈയിലായിരിക്കും അന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ഈ ഒരു ദിവസവും അത് തന്നെയാണ് സംഭവിച്ചത്. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഏറ്റവും എക്സ്ട്രീം ഹൈയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം ഫ്യൂച്ചർ ചാർട്ടിൽ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഡൗൺ സൈഡിലേക്കുള്ള ലെവൽസ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഫ്യൂച്ചർ ചാർട്ടിൽ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് എന്തെങ്കിലും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 26,300 ലെവല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്യൂച്ചർ ചാർട്ടിൽ 26,300 ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു ലെവലില് എല്ലാ മാർക്കറ്റ് വരുന്ന സമയത്ത് തിരിച്ചു മാർക്കറ്റ് ബൗൺസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് സ്മാർട്ട് മണി എൻട്രി ചെയ്തൊരു പ്ലേസ് ആണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കാരണം ഇവിടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും PPOC ആണ്. കാരണം മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ആ ഓർഡർ പ്ലേസ് ചെയ്ത ആ ലെവൽസ് ആണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ഈ ലെവല് ബ്രേക്ക് ചെയ്യുമ്പോഴും മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു സ്മാർട്ട് മണിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ താഴേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഈ ലെവൽ മാർക്ക് ചെയ്യുക. നല്ലൊരു വോളിയം നിങ്ങളുടെ വ്യൂ പ്രകാരം ഒരു വോളിയം ഐഡന്റിഫൈ ചെയ്താൽ മാത്രം ട്രേഡ് നോക്കുക. കാരണം ഇവിടെ ഒരു സ്മാർട്ട് മണിയുടെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് താഴേക്ക് വന്നാലും ഇവിടുന്ന് തിരികെ ബൗൺസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടൊന്ന് നമുക്കിപ്പം മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്മാർട്ട് മണി ആക്ടിവിറ്റി വന്നിട്ടുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഫ്യൂച്ചറിന്റെ അടുത്ത ലെവൽസ് എന്ന് പറയുന്നത് ഈ ലെവൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ, അതായത് 26,200 ഫ്യൂച്ചർ ലെവലാണ്. സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത ലെവലാണ്. അപ്പൊ അതിലേക്കൊക്കെ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ലൈവ് ട്രേഡിംഗിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.